السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت السميع العليم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഒരുമിച്ച് കൂടിയതിൻ്റെ ലക്ഷ്യം നമ്മളിൽ നിന്നും പൂർത്തീകരിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ഇൽമിൻ്റെ സദസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, ആ വാഗ്ദാനങ്ങളെല്ലാം നേടിയെടുക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ഒരു സദസ്സിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ റിഫ്ഖൻ അഹ്ലസുന്നത്തി ബി അഹ്ലിസുന്ന എന്ന് പറയുന്ന കിതാബിൻ്റെ വളരെ ചെറിയൊരു കിതാബ്, ആ കിതാബിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ ഒരു ചുരുക്കി രൂപത്തിൽ വായിച്ച് പൂർത്തീകരിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് സലഫികൾ, അവർ അറിഞ്ഞിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സുപ്രധാനമായ ചില മസലകളാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അഹ്ലുസുന്ന ആരാണ്, അതേപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടുകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചുരുങ്ങിയ വിശദീകരണമാണ് ഈ കിതാബ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പ്രാവശ്യം ആ കിതാബിൻ്റെ വളരെ ഷോർട്ട്, ചുരുങ്ങിയ രൂപത്തിൽ അതിന് പൂർത്തീകരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ വായിക്കുക ഇൻഷാ അല്ലാഹ്. ഇവിടെ അവസാനം നിർത്തിയത് നാവ് കൊണ്ടുണ്ടാകുന്ന ചില ഉപദ്രവങ്ങളെ സംബന്ധിച്ചും നാവിൻ്റെ അപകടത്തെ സംബന്ധിച്ചും പറയുന്ന ഭാഗത്താണ് നമ്മൾ അവസാന ക്ലാസ്സിൽ പൂർത്തീകരിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അർരിഫ്ഖു വല്ലീൻ എന്ന് പറഞ്ഞാൽ അനുകമ്പയും കൃപയും എന്ന വിഷയമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് പറയാൻ കാരണം നമ്മുടെ കിതാബിൻ്റെ പേരിന് അങ്ങനെ തന്നെയാണല്ലോ, അഹ്ലുസുന്നയിൽപ്പെട്ട മറ്റുള്ളവരോട് കാണിക്കേണ്ട ഒരു മര്യാദ. അതെന്താണ്? റിഫ്ഖാണ്, അനുകമ്പയാണ്. അഹ്ലുൽ ബിദ്അഹിനോടുള്ള പെരുമാറ്റ രീതിയല്ല അഹ്ലുസുന്നയോട് കാണിക്കേണ്ടത്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ആരാ? അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് സഹാബാക്കളുടെ മൻഹജ് സ്വീകരിച്ചവർ, അവരാണ് അഹ്ലുസുന്ന എന്ന് പറയുന്നത്, അല്ലേ? അഹ്ലുസുന്ന വൽ ജമാഅ. അപ്പോൾ ഈ അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാള് അതല്ലാത്ത ബിദ്അത്തിന്റെ ആൾക്കാരുള്ള പെരുമാറ്റ രൂപം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിന് വ്യത്യസ്തമായി അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ അഹ്ലുസുന്നയിൽപ്പെട്ട മറ്റൊരാളോട് കാണിക്കേണ്ട മര്യാദ എന്താണ്, എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം, അവരിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ, അബദ്ധങ്ങൾ പിണഞ്ഞാൽ എങ്ങനെയായിരിക്കണം അവിടെ നമ്മുടെ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചുരുങ്ങിയൊരു വിശദീകരണമാണ് കിതാബ്. അപ്പം അതുകൊണ്ട് തന്നെ കിതാബിൻ്റെ പേരെന്നോണം റിഫ്ഖുമായി ബന്ധപ്പെട്ട, റിഫ്ഖ് എന്ന് പറഞ്ഞാൽ അനുകമ്പ, ഒരാളോട് പെരുമാറുന്ന പെരുമാറ്റ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാണ് റിഫ്ഖ്. അതിനെ സംബന്ധിച്ചാണ് ഷെയ്ഖ് റഹ്മഹുല്ലാഹ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഷെയ്ഖ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇത് നമ്മൾ ഫുള്ളായിട്ട് വായിക്കുന്നില്ല, മറിച്ച് അതിൻ്റെ ഒരു ഖുലാസ, അല്ലേ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞല്ലോ, അധികം ഓരോ വരികൾ വായിക്കുന്നതിന് പകരം മൊത്തത്തിൽ ഒന്നിൻ്റെ ഒരു ഖുലാസയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, അല്ലേ? റസൂലുള്ളാഹി തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്.
അപ്പോൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല സ്വഭാവമായി അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് അതാണ്, റിഫ്ഖ, എല്ലാവരോടും അനുകമ്പ കാണിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഖലീദൽ ഖൽബ്. പ്രവാചകരെ, നിങ്ങൾ ഹൃദയ കാഠിന്യമുള്ള ഒരാളായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ലംഫദ്ദൂ മിൻ ഹൗലിക്, നിങ്ങളുടെ കൂടെ കൂടിയ പാവപ്പെട്ട സഹാബാക്കൾ അവർ നിങ്ങളെ വിട്ടുപോകുമായിരുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയം വളരെ സോഫ്റ്റാണ്, അല്ലേ? അത് റസൂലുള്ളാഹിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയായി, നല്ലൊരു സ്വഭാവ രീതിയായിട്ടാണ് അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്കൊക്കെ ഉണ്ടാകേണ്ട സാധനം കൂടിയാണ് റിഫ്ഖ് എന്ന് പറയുന്നത്. സഹജീവികളോടുള്ള കൃപ, കരുണ, സ്നേഹം, വാത്സല്യം എന്നൊക്കെ മലയാളത്തിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സമയം ഒരു അറാബിയായ മനുഷ്യൻ പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്നിട്ട് അദ്ദേഹം മൂത്രമൊഴിച്ചു പള്ളിയിൽ. റസൂലുള്ളാഹിയുടെ പള്ളി നമുക്കറിയാം, ഇങ്ങനെ കാർപ്പറ്റ് ഇട്ട പള്ളിയല്ല, മണലാണ്. മൂത്രമൊഴിച്ച സമയത്ത് സഹാബാക്കൾ അദ്ദേഹത്തെ, റസൂലുള്ളാഹിയുടെ പള്ളിയല്ലേ, ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട സ്ഥലമാണല്ലോ. ഇപ്പൊ സഹാബാക്കൾ അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി പാനെടുത്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദഊഹു, നിങ്ങൾ അവനെ വിടുക, അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊള്ളട്ടെ. അങ്ങനെ ആവശ്യ പൂർത്തീകരണം നടന്നതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ ആ അറാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, പള്ളി അത് മൂത്രയിക്കാനുള്ളതല്ല, ഇബാദത്തുകൾ ചെയ്യാനുള്ളതാണ്. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുകയുണ്ടായി, നിങ്ങൾ ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് അത് ശുദ്ധീകരിക്കാൻ റസൂൽ കൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ റിഫ്ഖ് എന്ന് പറയുന്നത്. ശബ്ദം എന്താ? അപ്പൊ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത്, റിഫ്ഖ് എന്ന് പറയുന്നത്, അനുകമ്പ, കൃപ. റസൂൽ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. മറിച്ച് സഹാബാക്കൾ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അയാളെ വിട്ടേക്ക്, അറാബിയാണ്, അറിവില്ലാത്ത ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ വിട്ടയക്കുകയും ചെയ്തു. ഇതിന് സമാനമായി മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര ചെയ്തു, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിയുടെ പിറകിൽ നിന്നും റസൂലിന്റെ മേൽമുണ്ട് പിടിച്ചു വലിച്ചു. ആ വസ്ത്രത്തിന്റെ സൈഡ് ഭാഗം കുറച്ച് കട്ടിയുള്ളതായിരുന്നു. അത് റസൂലുള്ളാഹി തങ്ങളുടെ കഴുത്തിൽ പാടുണ്ടാക്കി. അത്ര ശക്തമായിട്ട് അദ്ദേഹം വലിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ച വലിവിൽ ഒന്ന് പ്രയാസമുണ്ടായെങ്കിലും റസൂല് പരിപൂർണ രൂപത്തിൽ അദ്ദേഹത്തിലേക്ക് മുഖം തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത് എന്ന്, വളരെ മാന്യമായിട്ട്. അത് കണ്ടിട്ടാണ് ആ ആറാബിയുടെ മനസ്സ് മാറി എന്നാണ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അതാണ് റിഫ്ഖ് എന്ന് പറയുന്നത്, ആ ഒരു സ്വഭാവം. ഈ സ്വഭാവമാണ് പ്രിയമുള്ളവരെ അഹ്ലുസുന്നയോട് കാണിക്കേണ്ടത്, അല്ലേ? നമ്മൾ അഹ്ലുൽ ബിദ്അന്റെ നമ്മുടെ നിലപാട് നമ്മൾ വളരെ വ്യക്തമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് അഹ്ലുൽ ബിദ്അനോട് വളരെ വ്യക്തമാണ്. ലാ തുജാലിസ് മഅഹും, അവരോട് ഒരു അനുകമ്പയുമില്ല, അവരോട് ഒരു കൂടിക്കലരലുമില്ല, അവരോട് ഒരു സഹതാപവും അഹ്ലുസുന്നക്കില്ല. എക്കാലഘട്ടത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് അത് തന്നെ, വളരെ വ്യക്തവും കൃത്യവുമാണ്. പക്ഷെ അഹ്ലുസുന്നയോട് നമ്മൾ കാണിക്കേണ്ട നിലപാടാണ് പറഞ്ഞു വരുന്നത്. ഷെയ്ഖ് റഹ്മഹുല്ലാഹ് ഹഫിളഹുല്ലാഹ് ഈ കിതാബ് എഴുതാണ്ട് ഒരു പ്രത്യേക കാരണം കൂടി അതാണ്. അഹ്ലുസുന്നകൾക്കിടയിൽ അഹ്ലുൽ ബിദ്അനോടുള്ള പെരുമാറ്റ രൂപം അത് അഹ്ലുസുന്നക്കിടയിൽ തന്നെ കടന്നു വന്നു, കക്ഷിത്വത്തിന്റെ പേരിലും ഹിസ്ബിയത്തിന്റെ പേരിൽ, അല്ലേ? അത് കടന്നു വന്നപ്പോഴാണ് ഈ കിതാബ് ഉണ്ടാക്കാൻ തന്നെ കാരണം. എന്താ ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, മുമ്പ് കഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു കൽപ്പിച്ചതും റിഫ്ഖ, അനുകമ്പയ, കൃപയ, അല്ലേ? ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച ഫിർഔൻ, അത് അള്ളാഹുവിന്റെ ശത്രുവാണ് എക്കാലഘട്ടത്തിൽ. ആ ഫിർഔന്റെ അടുക്കലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബി നിയോഗിച്ചു. മൂസാ നബി അദ്ദേഹം ഫിർഔന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു പറയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. ഇദ്ഹബ് ഇലാ ഫിർഔൻ, നീ ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ഇന്നഹു തഗ, തീർച്ചയായും ഫിർഔൻ അതിക്രമകാരിയാണ്, ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ഫഖൂല, രണ്ടാൾക്കാരുണ്ട്, ആരാ? മൂസാ നബിയും
ഹാറൂൻ നബി. എന്നിട്ട് പറഞ്ഞു ഫഖൂല, നിങ്ങൾ അവിടെ പോയിട്ട് ഫിറഔനോട് നിങ്ങൾ സംസാരിക്കണം ഖൗലൻ ലയ്യിന, ലോലമായ രൂപത്തിൽ. ആലോചിച്ച് നോക്കിയേ, ദഅവത്തിന്റെ രീതിശാസ്ത്രം കൂടിയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് വളരെ ലോലമായ രൂപത്തിൽ അവനോട് സംസാരിക്കണം. ഞാനാണ് റബ്ബ്, ഈ മിസ്റിലൂടെ ഒഴുകുന്ന നൈൽ നദി എൻ്റെ അധികാര ചുവട്ടിലാണെന്ന് പ്രഖ്യാപിച്ച ഫിറഔനോട് അള്ളാഹു പറയണം, മൂസാ നബിയോട് പോയിട്ട് വളരെ ലോലമായ രൂപത്തിൽ നീ അവരോട് സംസാരിക്കണം. ലഅല്ലഹു യതദക്കർ ഔ യഖ്ശ, ലഅല്ലഹു യതദക്കർ, ആ മാന്യമായ സംസാരത്തിലൂടെ ഒരുപക്ഷെ അവൻ ചിന്തിക്കുകയും അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്തേക്കാം. ഇതാണ് അള്ളാഹു മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരോട് കൽപ്പിച്ച. അതിനർത്ഥം ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദാഇമാരും ഈ ഒരു സ്വഭാവം ഉള്ള ആളായിരിക്കണം. എങ്കിലേ സമൂഹം നമ്മളെ കേൾക്കാൻ തയ്യാറാകും. ഒറ്റയടിക്ക് എടുത്തു ചാടി ആക്ഷേപ രൂപത്തിലും കളിയാക്കുന്ന രൂപത്തിലും കൊന്നനം കുത്തുന്ന രൂപത്തിലുമാണ് നമ്മുടെ സംസാരം, നമ്മുടെ പ്രബോധന രീതിയുമെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ആരും നിന്റെ സംസാരം കേൾക്കാനോ കൂട്ടാക്കാനോ ഉണ്ടാകുകയില്ല. അപ്പോൾ ദാഇമാർക്ക് പാടില്ലാത്തൊരു സ്വഭാവം കൂടിയാണ് അത്. മറിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടത് റിഫ്ഖ. ഇതാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് റിഫ്ഖിനെ സംബന്ധിച്ച്, അനുകമ്പയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ബാബിൽ അദ്ദേഹം പറയുന്നത്, ഇനി ഈ അനുകമ്പ നമ്മൾ അഹ്ലുസുന്നയിൽ ജമാഅത്തിൽ അഹ്ലുസുന്നയിൽ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്? അദ്ദേഹം തുടങ്ങിയത് ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മറ്റാരും മഅസൂമിങ്ങളല്ല. മഅസൂം എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവർ. ആരാണ് തെറ്റിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവർ? മനുഷ്യനായി ദുനിയാവിൽ പിറന്നിട്ടുള്ള സകലരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കുന്നതാണ്. അള്ളാഹു പ്രത്യേകമായ ഇസ്മത്ത് നൽകിയവർ ഒഴികെ. അള്ളാഹു ആർക്കും ഇസ്മത്ത് നൽകിയത്? ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് പ്രവാചകന്മാർ, പിന്നെ മലക്കുകൾക്ക് പിന്നെ വികാരങ്ങളോ വിചാരങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അവർ തെറ്റ് സംഭവിക്കൂല അവരിൽ നിന്ന്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു സൃഷ്ടിപ്പിന്റെ രീതി. അള്ളാഹു ഇസ്മത്ത് നൽകിയ ഒരു പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരല്ലാത്ത മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും മനുഷ്യൻ എന്ന ഒരു കുറവ് അവനുണ്ടാവും. മനുഷ്യൻ ആരും എന്തല്ല? പൂർണ്ണരല്ല. മനുഷ്യൻ ഒരിക്കലും പൂർണ്ണനല്ല. അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അപ്പോൾ ഈ ഉമ്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് മഅസൂം. റസൂൽ അല്ലാത്ത മറ്റെല്ലാവരിൽ നിന്നും ഐബുകളുണ്ടാവും, കുറവുകളുണ്ടാവും. നമ്മൾ എത്ര പരിശുദ്ധനായി കണ്ടാലും എത്ര പൂർണ്ണനാണ് നമ്മൾ വിചാരിച്ചാലും മനുഷ്യൻ എന്ന നിലക്ക് അദ്ദേഹത്തിൽ ഐബുകൾ ഉണ്ടാകും. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് പണ്ഡിതന്മാരും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് പണ്ഡിതന്മാരുടെയും അതേപോലെ തന്നെ തുല്ലാബുൽ ഇൽമിനെ സംബന്ധിച്ചാണ്. അവരാണ് പരസ്പരം ഏറ്റവും കൂടുതൽ റിഫ്ഖ് ചെയ്യാൻ അർഹരായിട്ടുള്ളവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയപ്പെട്ട രൂപത്തിൽ റിഫ്ഖ് കാണിക്കാൻ നമ്മളേറ്റവും അർഹരായിട്ടുള്ളത് ഈ പറയപ്പെട്ട ആൾക്കാരാണ്, പണ്ഡിതന്മാരും തുല്ലാബുൽ ഇൽമുകളും. കാരണം അവരിലാണല്ലോ ഏറ്റവും കൂടുതൽ ഹിസ്ബിയത്തും അതേപോലെ പക്ഷപാതിത്വവും, ഞാൻ മനസ്സിലാക്കിയ മസ്അല അതാണ് ശരി എന്നൊക്കെ രൂപത്തിലുള്ളൊരു ചിന്ത ഉണ്ടാകുന്നത് പണ്ഡിതന്മാർക്കും തുല്ലാബുൽ ഇൽമിനാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അയാൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അയാൾക്ക് തഖ്വയുള്ളവനായി തോന്നിയ അല്ലെങ്കിൽ അയാൾ ഒരു പണ്ഡിതനായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്നതിനപ്പുറം ഒരു മസ്അല ഇജ്തിഹാദ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മസ്അലയെ സംബന്ധിച്ച് പഠിക്കാനോ സാധാരണക്കാർക്ക് സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇൽമ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അവരാണ് ഈ റിഫ്ഖ് ചെയ്യപ്പെടാൻ ഏറ്റവും അർഹരായിട്ടുള്ളവ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉലമാക്കൾ മുമ്പ് കഴിഞ്ഞ ഒരുപാട് ഉലമാക്കളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും ലോകം വാഴ്ത്തപ്പെടുന്ന, ലോകത്ത് അതേപോലെ സ്മരിക്കപ്പെടുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തലമുതിർന്ന പണ്ഡിതന്മാരുണ്ട്. ഉദാഹരണത്തിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇബ്നു ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ പ്രസിദ്ധന്മാരായ, അതുപോലെ ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ പ്രസിദ്ധന്മാരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു കൂട്ടം പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരെ ചില ആൾക്കാരുടെ വിഷയത്തിൽ, ഉദാഹരണം ഇബ്നു ഹസറിനെ പോലെ, ഇമാം നവവിയെ പോലെ, അവരുടെ വിഷയത്തിലൊക്കെ ചില അഖീദയുടെ ചില മസ്അലകളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും
പിഴച്ചു പോയ ബിദഅത്തിന്റെ ആൾക്കാരുടെ ചില ദുർവ്യാഖ്യാനങ്ങൾ അവരുടെ അഖീദയിൽ വന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച അവർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബിദഅത്തിന്റെ അധിക പ്രസരിപ്പ് കാരണവും അവരുടെ ഉസ്താദന്മാരുടെ സ്വാധീനവും അവരുണ്ടായിട്ടുണ്ട്. പിന്നെ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഒരു മനുഷ്യന് ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും, തിന്മകളും ഉണ്ടാകും. അതിൽ ഖൈറിന്റെ ഭാഗമാണ് മുൻതൂക്കം നിൽക്കുന്നതെങ്കിൽ നമ്മൾ അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സംസാരിക്കുക. അല്ലേ, ഒരാള് നല്ല മനുഷ്യനാണ്, നല്ല ഇൽമുള്ള പാണ്ഡിത്യമുള്ള അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദയും മനഹജും സ്വീകരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൽ എന്തോ ഒരു മസാലയിൽ ചെറിയൊരു അബദ്ധം അദ്ദേഹത്തിന് സംഭവിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ മുബ്തദിയായി അല്ലെങ്കിൽ കാഫിറായി ഫാസിഖായി തള്ളാൻ നമ്മളെ കൊണ്ട് സാധിക്കും? ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ അഗ്നബിയത്ത് ഏതാണോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ പിന്നെ ഭൂമി ലോകത്ത് ആരെങ്കിലും സ്വീകരിക്കപ്പെടാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ 30ഓളം വർഷം ഹദീസ് പഠിപ്പിച്ച ഹദീസ് പണ്ഡിതനാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദാറുൽ ഹിജ്റ. അദ്ദേഹം പറയാണ്, ഭൂമി ലോകത്ത് എല്ലാ മനുഷ്യരുടെ വാക്കുകളും എടുക്കുകയും ചെയ്യാം, തള്ളുകയും ചെയ്യാം. കാരണം മനുഷ്യരാ, അബദ്ധങ്ങൾ പിണഞ്ഞേക്കാം. ഇല്ല സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ ഒഴികെ. റസൂലുള്ളാഹി തങ്ങൾ ഒന്നും തള്ളാനില്ല, എല്ലാം സ്വീകരിക്കാനേ ഉള്ളൂ. കാരണം മഅ്സൂമ, റസൂൽ അല്ലാത്ത മറ്റേത് പണ്ഡിതനാണെങ്കിലും തള്ളേണ്ടതും ഉണ്ടാകും, സ്വീകരിക്കേണ്ടതും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പിന്നെ അന്ധമായി ഒരു വ്യക്തിയെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്ന്. അന്ധമായി ഒരു വ്യക്തിയെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. ഈ ആധുനിക കാലഘട്ട മസ്അല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരോട് ചോദിച്ചാലും അവർ സ്ത്രീകളുടെ ഔറത്തിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർ പറയും സ്ത്രീ മുഴുവനും ഔറത്താണ് എന്ന്. ഇതാണ് പ്രബലമായ അഭിപ്രായം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പണ്ഡിത ലോകത്ത് അല്ലേ, എല്ലാ പണ്ഡിതന്മാരും പറയുന്നൊരു വാക്കിത. എന്നാൽ ആധുനികനായ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും മുഖം മറക്കേണ്ടതില്ല എന്ന്. അതാണ് അദ്ദേഹത്തിന് എടുത്ത റാജിഹായ അഭിപ്രായം, മുഖം മറക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനും ഈ ഉമ്മത്തിനും ചെയ്തു വെച്ച സേവനം ഒരുപാടുണ്ട്. ഈ ഒരു മസ്അലയുടെ പേരിൽ അദ്ദേഹത്തെ തക്ഫീറാക്കുകയോ തബ്ദീഅ് നടത്തുകയോ ചെയ്താൽ ഈ പറയപ്പെട്ട നന്മകളൊക്കെ ബാത്തിലായില്ലേ അല്ലേ? അതേപോലെ തന്നെ എഅ്തിദാൽ കൈകെട്ടുന്ന വിഷയം, നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഅ്തിദാൽ കൈകെട്ടുമല്ലോ. ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം എന്താ? കൈകെട്ടൽ ബിദ്അത്താണെന്നുള്ളതാണ്. കൈകെട്ടൽ ബിദ്അത്താണ് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞ സുന്നത്താണെന്നുള്ളതാണ്. രണ്ട് എതിരഭിപ്രായങ്ങളാണ്. ഇതിന്റെ പേരിൽ ഇതൊരു ഫിഖ്ഹിയായ ഇജ്തിഹാദിയ മസ്അലയാണ്. ഇതിന്റെ പേരിൽ നമ്മൾ ഒരാളെ തബ്ദീഅ് നടത്തി, മുബ്തദി, മറ്റാള് മുനാഫിഖ് പറഞ്ഞെന്താ തുടങ്ങിയാൽ ആരെങ്കിലും ബാക്കിയാകും? നമ്മളെ ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം ഈ മസ്അല പറഞ്ഞിട്ട് പറയാണ്, അത്ഭുതത്തോട് സൂചിപ്പിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇബ്നു മന്ദയെ പോലെ, ഖത്താബിയെ പോലെ, ഇബ്നു ഹജറിനെ പോലെ ഏത് പണ്ഡിതന്മാരാണ് ലോകത്ത് ഐബുകളില്ലാതെ ബാക്കിയാകുക എന്ന് അല്ലേ? അപ്പം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ അഖ്ദിയായ വിഷയങ്ങളാണ്. അഖ്ദി എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങൾ. അഖീദയിലാണ് പിഴച്ചതെങ്കിൽ, അഖീദയിലാണ് ബിദ്അത്ത് സംഭവിച്ചതെങ്കിൽ മുബ്തദി, ഖവാരിജുകളെ പോലെ, മുർജിയാക്കളെ പോലെ, അതേ അശാഇറയെ പോലെ, മാതുരിദിയെ പോലെ പിഴച്ച കക്ഷികളായി. അതിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധുതയില്ല. രണ്ടാമത്തത് ഇജ്തിഹാദിയായ മസ്അല. അഖീദയിൽ ഇജ്തിഹാദ് ഉണ്ടോ? അഖീദയിൽ ഇജ്തിഹാദ് ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അഖീദ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്ത് പറഞ്ഞ കാര്യം അതേപോലെ അംഗീകരിക്കുക. നമ്മുടെ വക ഇജ്തിഹാദ് ചെയ്യാൻ വകുപ്പില്ല. ഇജ്തിഹാദിയായ മസ്അല എന്ന് പറഞ്ഞാൽ കർമ്മപരമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഫിഖ്ഹിപരമായ കാര്യങ്ങൾ, അതെല്ലാം ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം നമ്മളെ ഈ ആധുനിക കാലഘട്ടത്തിന്റെ സിറ്റുവേഷൻ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചെറിയ ചെറിയ മസ്അലയുടെ പേര്, ഉദാഹരണത്തിന് മാസം കാണുന്ന വിഷയം, മാസം കാണുന്ന വിഷയം ഇജ്തിഹാദിയായ ഒരു മസ്അലയാണ്. അതിൽ അടികൂടേണ്ടതോ തർക്കിക്കേണ്ടതോ ഇല്ല. ഇജ്തിഹാദിയായ മസ്അലയാണ്. ആ ഇജ്തിഹാദിയായ മസ്അലയിൽ ഞാൻ എന്തൊരു അഭിപ്രായമാണോ പറയുന്നത് ആ അഭിപ്രായം തന്നെ എല്ലാവരും സ്വീകരിക്കണം, എല്ലാവരും അടിച്ചേൽപ്പിക്കുക നടക്കുന്ന കാര്യമാണ്.
ഇല്ല. ഏതുപോലെ മാസത്തിലുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ആയവർ അതേപോലത്തെ വിഷയമാണ് ഏത് നമ്മുടെ നിസ്കാരത്തിൽ ഏറ്റവും കൈകെട്ടുന്ന വിഷയം. പിന്നെ അതിന്റെ പേര് എന്താ അടികൂടിയിട്ട് രണ്ട് ടീമാകാത്തത്? കാരണം അത് പള്ളിയിൽ ഒതുങ്ങുന്നതാ, മാസപ്പിറവി പുറത്ത് കാണുന്നതാ. അപ്പൊ ഓരോരുത്തരും അവരുടേതായ മസലയിൽ അവരുടേതായ അഭിപ്രായം അതെല്ലാവരും സ്വീകരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഓരോ പണ്ഡിതന്മാർക്കും അവരുടേതായ വാദങ്ങൾ ഉണ്ടാകും, അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകും, അല്ലേ? പണ്ഡിതരൊക്കെ അങ്ങനെയല്ലേ? ഈ മൂന്ന് ആധുനിക കാലഘട്ടത്തിലെ മൂന്ന് ഇമാമുമാർ, ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി മജ്മഈൻ, ഈ മൂന്ന് പണ്ഡിതന്മാരും പല മസലകളിലും അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. ഫിഖ്ഹി മസലകളിൽ രണ്ട് അഭിപ്രായം പറഞ്ഞവരാണ് അധിക വിഷയങ്ങളിലും. പക്ഷെ ഇവരാരും പരസ്പരം ചെയ്തിട്ടില്ല, തബ്ദീൽ നടത്തിയിട്ടില്ല, പരസ്പരം തഫ്സീഖ് നടത്തിയിട്ടില്ല, പരസ്പരം പിഴച്ചവനെന്നും പറഞ്ഞിട്ടും ഇല്ല. മറിച്ച് വളരെ ബഹുമാനത്തോടെ ആദരവോടെ, അല്ലേ? അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ റിഫ്ഖ് എന്ന് പറയുന്നത്. അതാണ് പ്രിയമുള്ളവരെ ആധുനിക കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഇവിടെ കുറ്റങ്ങളില്ലാത്തതായി ആരുമില്ല, കുറ്റങ്ങളില്ലാത്തതായി ഐബ് കുറവുകളില്ലാത്തതായി ആരുമില്ല. അപ്പോൾ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷെയ്ഖ് ഹഫിളഹുല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാൻ നമ്മൾ റിഫ്ഖ് കാത്തു സൂക്ഷിക്കേണ്ട ചില സ്ഥലങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞ അദ്ദേഹം, അന്ന മിൻ അഹ്ലി സുന്നത്തി ഫി ഹാദൽ അസ്രി മൻ യകൂനു ദൈദനുഹു വശുഗുലുഹു അശ്ശാഗിൽ തതബ്ബുൽ അഖ്താ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അത് കിതാബിന്റെ ഒരു ഭാഗം പൂർത്തിയായി, ഇവിടെ ഷോർട്ടായിട്ട് ഞാൻ പറയുന്നത്. അവസാന ഭാഗത്തേക്ക് കിടക്കാം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് ബാധിച്ച ഏറ്റവും വലിയ ഫിത്നയും നമ്മൾ സൂക്ഷിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചില കാര്യങ്ങൾ. അതിലൊന്ന് മറ്റുള്ളവരുടെ തെറ്റുകൾ അന്വേഷിച്ച് നടക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. ഒരു ഉദാഹരണം പറയാം, എന്നെ തന്നെ വെച്ച് ഉദാഹരണം പറയാം, അതിന് പ്രശ്നമല്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, പല ഫിഖീന്റെ മസലകളായാലും അഖീദയുടെ മസലകളായാലും നിങ്ങൾക്ക് ഞാൻ എൻ്റെതായ അഭിപ്രായം ഖുർആന്റെ സുന്നത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ അബദ്ധം സംഭവിച്ചു. മനുഷ്യനാണ്, സ്വാഭാവികം. ഞാൻ മലക്കല്ല, റസൂലും അല്ല. എന്തെങ്കിലും ഒരു തിന്മ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അള്ളാഹു കാക്കട്ടെ നമ്മളെല്ലാവരും. ആ തിന്മയുടെ പേരിൽ എൻ്റെ എല്ലാ ഖൈറുകളും തടയാൻ പറ്റുമോ? ഒരിക്കലുമില്ല, തടയാൻ പറ്റൂല. മറിച്ച് ആ ഒരു തിന്മയുടെ പേരിൽ സമൂഹത്തിൽ ആക്ഷേപിക്കപ്പെടുകയും എന്നിട്ട് പിന്നെ എൻ്റെ ജീവിതം പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ തെറ്റുകൾ അന്വേഷിച്ച് നടന്ന് ഓരോ തെറ്റുകൾ ചുഴിഞ്ഞെടുത്ത് അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ആ വ്യക്തിയെ നാണം കെടുത്തുക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിൽ പെട്ടതേ അല്ല. മറിച്ച് അവർക്ക് യോജിക്കാത്ത സ്വഭാവമാണ്, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക്, അല്ലേ? അതാണ് ഷെയ്ഖ് ഹഫിളഹുല്ല ആദ്യമായി പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലെ അഹ്ലുസുന്നയിൽപ്പെട്ട ചില ആൾക്കാരുടെ ജോലി എന്നുള്ളത് മറ്റുള്ളവരുടെ തെറ്റുകൾ അന്വേഷിച്ച് നടക്കലാണ്, അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് ഒരു ഉസ്താദ്, ആ ഉസ്താദ് ഒരു മസലയിൽ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറഞ്ഞു. ദേഹേച്ഛക്കനുസരിച്ച് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ദലീലിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഉസ്താദ് ഇതിൽ നേരെ വിപരീതമായ ഒരഭിപ്രായമാണ് സൂചിപ്പിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ഉസ്താദുമാരാണ്. ഉസ്താദ് ഉദ്ദേശിക്കുന്നത് ഇൽമു പഠിച്ചവരും പഠിക്കുന്നവരുമാണ്, അല്ലേ? അപ്പൊ ആ പഠിക്കുന്ന, ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൽമു പഠിപ്പിക്കുന്ന ആ വ്യക്തികളെ രണ്ടുപേരെയും ബഹുമാനിക്കൽ നമുക്ക് അനിവാര്യമാണ്. അവർ ഇൽമിന്റെ അഹ്ലുകാരാണ്, അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവർ അഭിപ്രായ വ്യത്യാസവും അതേ നിലപാട് കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടതും ആണ്. നമുക്ക് ഏതാണ് ഖുർആനും ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത് അത് നമുക്ക് സ്വീകരിക്കാം. അതിന്റെ പേരിൽ ആ വ്യക്തിക്കെതിരെ തിരിയുകയും, ആധുനിക കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്, ആ വ്യക്തിക്കെതിരെ തിരിയുകയും പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ മുൻകാല ജീവിതം എടുത്ത് പരിശോധിക്കുകയും അതിന് ഓരോ പിഴവുകളും എടുത്തെടുത്തിടാ അദ്ദേഹം മുഴുവനും പിഴച്ചതാണ്, ഇദ്ദേഹത്തെ ഇൽമി സ്വീകരിക്കാൻ പാടില്ല, ഇദ്ദേഹത്തെ തള്ളപ്പെടേണ്ടതാണ് എന്ന് ഫത്വ കൊടുക്കുകയും ചെയ്യുന്നു. ആര് ചെയ്യുന്ന ആൾക്കാരാരാ? സഹീഹുൽ ബുഖാരിയിൽ അല്ലെങ്കിൽ സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് പോലും സനദടക്കം നോക്കി വായിച്ചിട്ട് പോലും ഉണ്ടാകാത്ത ആൾക്കാരാണ് ഈ പഠനം നടത്തുന്നത്. ഈ പണ്ഡിതന്മാരെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് തരം താഴ്ത്തുന്നത്. അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യം. അതാണ് ഷെയ്ഖ് ഹഫിളഹുല്ല ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ ഒരാള്, ഉദാഹരണ ബിൽ മിസാൽ, ഒരാള് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു, നിലപാട് സ്വീകരിച്ചു.
അപ്പൊ ആ നിലപാട് സ്വീകരിച്ച് നമുക്കത് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ മറ്റുള്ള ക്ലാസ്സുകൾ, മറ്റുള്ള ഉസ്താദന്മാർ നമ്മൾ പഠിച്ചത് വേറൊരു അഭിപ്രായമാണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മൾ അദ്ദേഹത്തിന് ഇപ്പൊ മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കാം, അല്ലേ? അദ്ദേഹം നിങ്ങളുടെ നിലപാട് ശരിയല്ല, കാരണം നിങ്ങളുടെ ഈ പഠനത്തിൽ ഇത്ര പിഴവുകൾ സംഭവിച്ചിരുന്നു എന്ന് മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. അഹ്ലുസുന്ന ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ച ചില നിലപാടുകൾ ഒരിക്കലും അവിടെ ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നത് നമ്മുടെ മനഹജിൽ പെട്ടതേ അല്ല, അല്ലേ? നമ്മളൊരിക്കലും വ്യക്തികൾക്കല്ല എതിര്, മറിച്ച് ആ വ്യക്തി സ്വീകരിച്ച നിലപാടിനോടാണ് നമ്മൾക്കെതിര്. ആ നിലപാടിന് നമ്മുടെ നിലപാട് കൊണ്ട് നമ്മൾ എതിർക്കണം. വ്യക്തികളെ ആക്ഷേപിക്കുന്നതിലോ വ്യക്തികളെ പൊന്നനം കുത്തുന്നതിലോ അത് സലഫി മനഹജിലെ ദാവത്തിന്റെ രീതിശാസ്ത്രത്തിൽ പെട്ടതേ അല്ല. നമ്മളിന്ന് ആധുനിക കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വ്യാപകമായ ഒരു ഫിത്നയാണ്, അല്ലേ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, യോജിക്കാത്ത കാര്യം. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും, അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കും. ആ നിലപാട് നിനക്ക് യോജിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ നിലപാടിനെതിരെ നീ സംസാരിക്കണം. എങ്ങനെ? ദലീലിന്റെ അടിസ്ഥാനത്തിൽ, ഇച്ഛക്കനുസരിച്ചു കൊണ്ടല്ല, ദേഹേച്ഛക്കനുസരിച്ചു കൊണ്ടല്ല, മറിച്ച് ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന് മുൻകാല ചരിത്രം, ഒരുപക്ഷെ മുൻകാലഘട്ടത്തിൽ തോന്നിവാസിയായിരിക്കാം, അല്ലെ? ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹിയെ പോലെ അതും ഒരു കാലഘട്ടത്തിൽ പെണ്ണുപിടിയനും കൊള്ളക്കാരനുമായിരുന്നു. പിന്നീട് ലോകം കണ്ട അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനെ അദ്ദേഹം മാറി. അതേപോലെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ട ജീവിതം എടുത്തിട്ട് അത് പരിശോധിക്കുക, അത് പോസ്റ്റ്മോർട്ടം ചെയ്യുക. എന്നിട്ട് ഞാൻ സ്വീകരിച്ച നിലപാടല്ല ആ പണ്ഡിതൻ സ്വീകരിച്ച് എന്നതിന്റെ പേരിൽ ആ പണ്ഡിതന്റെ വ്യക്തിഹത്യ നടത്തുക, അതൊരിക്കലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ദഅവത്തിന്റെ രീതിശാസ്ത്രത്തിൽ പെട്ടതേയല്ല. അതാണ് ഷെയ്ഖ് ഹഫിളഹുല്ല അടിവരായിട്ട് പറയുന്ന ഒരു കാര്യം. അങ്ങനെ ചെയ്യാതിരിക്കാൻ നിങ്ങളില്ല. അങ്ങനെ നമ്മൾ മറുപടി കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ കാര്യം, നമ്മള് അയ്യത്തഖില്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുക മറുപടി കൊടുക്കുന്ന വിഷയത്തിൽ. കാരണം ദീന പണ്ഡിതന്മാരാരും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പണ്ഡിതനും അയാളുടെ ഇഷ്ടമനുസരിച്ച്, അയാളുടെ താല്പര്യം അനുസരിച്ച് ഒരു മസലയിലും അഭിപ്രായം പറയൂല. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇബ്നു ഹജറിനെ പോലെ, ഇബ്നു അസ്കലാനെ പോലെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മുടെ നാട്ടിലെ ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന തുല്ലാബുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളവർ ഒരഭിപ്രായം പറയുമ്പോൾ ഒരിക്കലും അവരുടെ ഇച്ഛക്കനുസരിച്ച് അഭിപ്രായം പറയൂല. ഒന്നെങ്കിൽ ഖുർആനിലെ സുന്നത്തിന്റെ മനസ്സിനകത്ത് മുൻഗാമികൾ എന്താണോ പറഞ്ഞത് അതിനെ നഖൽ ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അവരുടെ കേവലമായ ഇൽമ വെച്ചുകൊണ്ട് ഖുർആൻ സുന്ന ഒരു ഇജ്തിഹാദ് ചെയ്യും. അതിന് യോഗ്യരായ പണ്ഡിതന്മാരാണെങ്കിൽ ആ അഭിപ്രായം അവരുടെ നിലപാടാണ്. ജീവിതകാല നിലപാടുകൾ മാറ്റം സംഭവിച്ചേക്കാം. അവർ നിലപാട് പറഞ്ഞു എന്നതിന്റെ പേരിൽ ആക്ഷേപിക്കുകയും തള്ളിക്കളയുകയും തബ്ദീൽ നടത്തുകയും ചെയ്യുന്നുള്ളത് നമ്മുടെ മനഹജിൽ പെട്ടതേ അല്ല, അല്ലേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷാഫി മദ്ഹബ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ഫിഖ്ഹി മസ്അലകളിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഒന്ന് അൽ ഖൗലുൽ ജദീദ്, രണ്ട് അൽ ഖൗലുൽ ഖദീം എന്ന് കാണാം. അതായത് അദ്ദേഹം മിസ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു നിലപാടായിരുന്നു. മിസ്റിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പഠനവും ഇതൊക്കെ ശൈലിയൊക്കെ മാറി രണ്ടാമത് പുതിയൊരു അഭിപ്രായം അദ്ദേഹം ആ വിഷയത്തിൽ നടത്തുകയും ചെയ്തു. അപ്പൊ ഷാഫി മദ്ഹബ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകം പണ്ഡിതന്മാര് നെസ് ചെയ്തിട്ടുണ്ട്. എന്ത്? ഇത് ഇമാം ഷാഫിയുടെ ഖൗലുൽ ജദീദാണ്, പുതിയ അഭിപ്രായമാണ്. ഇത് ഇമാം ഷാഫിയുടെ പഴയ അഭിപ്രായമാണ്. മാറ്റിക്കൂടെ? ജീവിച്ചിരിക്കുന്ന കാലത്ത് മാറ്റം സംഭവിച്ചുകൂടെ? സ്വാഭാവികം, മാറ്റം സംഭവിക്കാം. അങ്ങനെ എത്ര പണ്ഡിതന്മാർ മാറ്റിയിട്ടുണ്ട്, അഭിപ്രായം മാറ്റിയിട്ടുണ്ട്, ഇല്ലേ? എത്രയോ പണ്ഡിതന്മാർ മാറ്റിയിട്ടില്ല. അറിയപ്പെട്ട അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വരെ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മാറിയിട്ടില്ലേ? മാറാം, കാരണം ഇത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, മരിച്ചവരല്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട അഭിപ്രായം മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അതിനെ ആക്ഷേപിക്കാത്തത് മുഅ്മിനീങ്ങൾക്ക് ചേർന്നതല്ല. ഇനി ആക്ഷേപിക്കാം എപ്പോ? ദേഹേച്ഛക്കനുസരിച്ചാണ് ആ നിലപാട് പറഞ്ഞതെങ്കിൽ, ഖുർആന്റെയും സുന്നത്തിന്റെയും പിൻബലമില്ലാതെ സ്വന്തം ദേഹേച്ഛക്കനുസരിച്ച് കൊണ്ടാണ് അഭിപ്രായം പറഞ്ഞതെങ്കിൽ ആക്ഷേപിക്കാം, ആക്ഷേപിക്കപ്പെടാൻ അർഹന. അതല്ലെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ. പിന്നെ ഷെയ്ഖ് ഹഫിളഹു എന്ന് പറയുന്നത്, ചില നാടുകളിൽ, ഇതൊക്കെ നമ്മുടെ നാട്ടിലില്ല എങ്കിലും ചില നാടുകളിൽ ഓരോ പള്ളിയിലും ഒരു ഷെയ്ഖ്, പിന്നെ ഒരു ഹൽഖ അതുണ്ടാവും. ഒരു അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഒരു മുഖമുദ്രയാണത്. ഓരോ നാട്ടിലെ പള്ളികളിലും ഇൽമ സജീവമാകുക എന്നുള്ളത്, അല്ലേ? ആ പള്ളിയിൽ എന്തുണ്ടാവും? ഹൽഖ ഉണ്ടാവും, ഒരു ഉസ്താദ് ഉണ്ടാവും. ഉസ്താദിലേക്ക് ആ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരെയും പഠിച്ചുകൊണ്ടേയിരിക്കും. അത് അഹ്ലുസുന്നത്തിന്റെ നല്ലൊരു മാതൃകയാണ്. നമ്മുടെ നാട്ടിൽ അത് ഇല്ലാതെ പോയി. ഇൻഷാ അല്ലാഹ് നമുക്കത് ഭാവിയിൽ കൊണ്ടുവരണം. ഓരോ പള്ളികളിലും ഒരു ഷെയ്ഖ് വേണം. ആ ഷെയ്ഖിന്റെ കീഴിൽ ദർസുകൾ നടന്നുകൊണ്ടേയിരിക്കണം.
ആ നാട്ടിലെ പ്രായമായവർക്കും ജോലി ചെയ്യുന്നവർക്കും അവർക്കും പണം ഇൽമോടിക്കണമല്ലോ, അവർക്കും അനിവാര്യമാണല്ലോ. അവർക്ക് വന്ന് പഠിക്കാനുള്ള സംരംഭം നമ്മൾ ഇൻഷാ അള്ളാഹ് തുടങ്ങണം. നമ്മുടെ സമൂഹത്തിന്റെ സംഭാവനയായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള സദസ്സുകളിൽ ചിലപ്പോൾ ഒരു ഷെയ്ഖ് ഒരു അഭിപ്രായം പറയും. ആ അഭിപ്രായം പറഞ്ഞു, അത് ഒരുപക്ഷെ ആ സദസ്സിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് പിടിച്ചിട്ടില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? എന്ത് നിലപാടാണ് സ്വീകരിക്കുക? നിങ്ങൾ പണ്ഡിതന്മാരെ മുൻഗാമി ചരിത്രം പഠിച്ചാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇമാം മുസ്ലിം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഈ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരി സദസ്സിലിരിക്കെ തന്നെ ഇമാം ബുഖാരിയിൽ നിന്നും ഒരുപാട് മസലയിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഉസ്താദിന്റെ മുമ്പിലിരിക്കുമ്പം അതോടും ചിട്ടുകൂടി അദ്ദേഹം ഇരിക്കുമായിരുന്നു. അതേപോലെ പല പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. ഇതിന് ഉസ്താദ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിയുടെ നിന്നും ഒരുപാട് മസല അദ്ദേഹം അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും അദ്ദേഹം സദസ്സിൽ എതിര് കാണിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെയും അദ്ദേഹത്തിന്റെ ഇസ്തിദ്ലാലിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്. എൻ്റെ അഭിപ്രായമല്ല അദ്ദേഹം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ സലാം പറയാതിരിക്കുക, കണ്ട മിണ്ടാതിരിക്കുക, ഇല്ലേ, കണ്ട മുഖം തിരിച്ച് കളയുക, ഇതൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. മുഅ്മിനീങ്ങൾക്ക് ചേരാത്തതും പാടില്ലാത്തതുമാണ്. അള്ളാഹു കാക്കട്ടെ. ഇതാണ് ഷെയ്ഖ് ഹഫിളഹുള്ള ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിട്ട് പറയുന്നത്. എൻ്റെ അവസാന ഭാഗം വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. എൻ്റെ അവസാന ഭാഗം, ഒരു പണ്ഡിതൻ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിനോട് നമുക്ക് യോജിപ്പില്ല. ആ അഭിപ്രായത്തിന് നേരെ വിപരീതമാണ് ഹക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ കാണുന്നില്ലേ ഖണ്ഡന മണ്ഡലങ്ങളൊക്കെ, മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് അനുവദിക്കപ്പെട്ടതാണ്, പിന്നെ ചെയ്യേണ്ടതുമാണ്, തെറ്റിത്തിരുത്തി കൊടുക്കണമല്ലോ. ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. അതൊരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുനാദറ എന്ന് പറഞ്ഞാൽ മുഖാമുഖം, അതേപോലെ തന്നെ സംവാദം കണ്ടിട്ടില്ലേ? ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലെ ഈ സംവാദങ്ങളും മുഖാമുഖങ്ങളൊക്കെ കേവലം ഒരു കളിയാക്കലും കൊണ്ണനും കുത്തലും നമ്മൾ വിജയിച്ചു എന്ന് സമർത്ഥിക്കലുമാണ്. മറിച്ച് മുൻകാലഘട്ടത്തിൽ ഒരുപാട് മുനാദറകളും സംവാദങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഷെയ്ഖ് ഹഫിളഹുള്ള അവസാനമായി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മറുപടി കൊടുക്കാനും അതേപോലെ തന്നെ പിന്നെ അവരുടെ അഭിപ്രായം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സ്വീകരിക്കാവുന്ന മാർഗമാണിത്. ഈ മാർഗത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങൾ, അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ മറുപടി കൊടുക്കുന്നത് ബിരിഫ്, വളരെ മാന്യമായ രൂപത്തിലായിരിക്കണം. നമ്മൾ മറുപടി കൊടുക്കുന്നത് ആ വ്യക്തിയുടെ അഭിപ്രായത്തിനോടാണ്, ആ വ്യക്തിയുടെ നിലപാടിനെതിരെയാണ്, ആ വ്യക്തിക്കല്ല. നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് അല്ലേ? ചില ആൾക്കാര്, ഞാൻ അടുത്ത കാലഘട്ടത്ത് കണ്ടൊരു സങ്കടകരമായ കാര്യം, ഒരു വ്യക്തി നമ്മുടെ അഭിപ്രായം നമ്മൾ കൂട്ടത്തിൽ സലഫികളായി ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് ജീവിച്ച ആൾക്കാർ, അതിൽ തന്നെ ചെറിയൊരു മസലയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. ആ മസല എന്താണ്? കൈകെട്ടുന്ന വിഷയം. അത് ഇഅ്തിഖാദിയായ വിഷയമൊന്നല്ല, മറിച്ച് ഇജ്തിഹാദിയായ ഫിഖ്ഹിയായ ഒരു മസലയാണ്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായി എന്നതിൻ്റെ പേരിൽ ആ സഹോദരന്റെ ഷോപ്പിലേക്ക് പോകൂല, കണ്ടാൽ സലാം പറയൂല, അതേപോലെ തന്നെ അഥവാ വേറെ ആരെങ്കിലും കണ്ടുമുട്ടി എന്തെങ്കിലും പറയുകയാണെങ്കിൽ വളരെ മോശപ്പെട്ട രൂപത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ചിത്രീകരിക്കും. ഇതൊന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ചേർന്നതല്ല. മറിച്ച് നമ്മൾ എതിരാകുന്നതും നമ്മൾ മറുപടി കൊടുക്കുന്നതും ആ വ്യക്തിക്കല്ല, മറിച്ച് ആ വ്യക്തിയുടെ നിലപാടിനോടാണ്, ആ വ്യക്തിയുടെ അഭിപ്രായത്തിനോടാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുൻകാല പണ്ഡിതന്മാരെല്ലാവരും സ്വീകരിച്ച ഒരു നിലപാടാണ്. നമ്മുടെ ഈ ആധുനികരായ ഇബ്നു ബാസ് റഹ്മഹുള്ള, അതേപോലെ ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള, ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള, ഇവരുടെയൊക്കെ ഒരുപാട് വീഡിയോസുകളും അതുപോലെ തന്നെ ചരിത്രങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതാണ്. അവരൊക്കെ പല മസലിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കെ
ഇമാമ് നിൽക്കാൻ പോലും അവർ മറ്റുള്ളവരെ മുന്തിക്കുമായിരുന്നു എന്ന്. പക്ഷേ ഹൽബാനി മൂന്നുണ്ടെങ്കിൽ അവർ ഹൽബാനി മുന്തിക്കും. കാരണം നിങ്ങൾ ഹദീസിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളാണ്, അത് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ് പരസ്പരം ബഹുമാനം സൂക്ഷിക്കുന്ന, ആദരവ് സൂക്ഷിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അഹ്ലുസുന്ന ജമാഅത്തിന്റെ നിലപാട് എന്ന് പറയുന്നത്. അതാണ് മുൻഗാമികൾ നമുക്ക് മാതൃകയെ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മളും സ്വീകരിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യേണ്ടതും അതേ നിലപാടാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും മനുഷ്യൻ. അപ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ട് ഫഹദിന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ഫറാസിന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോരുത്തരും ഓരോ ബുദ്ധിയെ കൊടുത്തത്. അപ്പൊ ഓരോരുത്തരും അവരുടെ പഠനത്തിനനുസരിച്ച്, അവരുടെ ഗവേഷണത്തിനനുസരിച്ച് അവരുടെ നിലപാടുകൾ വ്യത്യസ്തമായിരിക്കും. ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നീ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പിന്നെ ഇജ്തിഹാദ് എന്ന് പറയുന്നത് അർത്ഥമുള്ളത്. പിന്നെ ഇജ്തിഹാദ് എന്താ? പിന്നെ ഇജ്തിഹാദ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനയിൽ സഹാബാക്കളോട് പറഞ്ഞു, റസൂൽ ഹിജ്റ വന്നതിന് ശേഷം, റസൂൽ മക്കക്കാരനാണ്, കച്ചവടക്കാരാണ്. മക്കക്കാർ അധികം പേരും കച്ചവടക്കാരാണ്, മദീനക്കാർ കൃഷിക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വന്നപ്പോൾ മദീനക്കാരായ അൻസാറുകളായ സഹാബാക്കൾ, കൃഷിക്കാർ, അവർ ഈത്തപ്പന കൃഷി നടത്താം. അവർ ഒരു ഈത്തപ്പഴ മരത്തിന് ഒരുപാട് കായ്ക്കറികൾ ഉണ്ടാകാൻ അവർ ചെയ്യുന്ന ഒരു പണിയാണ് പരാഗമണം. മലയാളത്തിൽ എങ്ങനെ പറയാം? അതായത് ആൺ ഈത്തപ്പഴ ചെടിയിൽ നിന്നും അതിൻ്റെ കൂമ്പ് പറിച്ച് പെൺ ഈത്തപ്പഴ മരത്തിൽ ചേർത്ത് വെക്കുക, ഇണ ചേർക്കുക. അതിന് പരാഗമണം എന്നാണ് പറയാം. ഇതുണ്ടായാൽ ഈത്തപ്പഴം ഒരുപാട് കായ്ക്കും. ഇത് ചെയ്യാറുണ്ടായിരുന്നു ആര്? അൻസാറുകളായ സഹാബാക്കൾ, മദീനക്കാർ. റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ വന്ന വർഷം മദീനക്കാർ ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ റസൂൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഈത്തപ്പഴം പിടിച്ചോളും. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ആ വർഷം ചെയ്തില്ല. ഇന്ന് മാത്രമല്ല, ആ വർഷം ഈത്തപ്പഴം പറ്റ കുറഞ്ഞു. എല്ലാ മരത്തിലും ഈത്തപ്പഴം പറ്റ കുറഞ്ഞു. എല്ലാ റസൂലുള്ളാഹി വന്നിട്ട് പരാതി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് ചെയ്യേണ്ട, നമ്മൾ ചെയ്തില്ല, അതാ ഈത്തപ്പഴം ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്നേക്കാൾ, അപ്പം നിങ്ങളത് ചെയ്തു കൊള്ളുക. കാരണം അത് അവിടെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം റസൂൽ വകവെച്ചു കൊടുക്കുക. ദീനി വിഷയമാണെങ്കിൽ ഏറ്റവും അറിവുള്ള ആരാണ്? റസൂലുള്ളാഹി. കാരണം വഹി നൽകപ്പെടുന്ന പ്രവാചകനാണ്. അപ്പൊ റസൂൽ പറഞ്ഞത് എവിടെയാണോ അവിടെ നിൽക്കും സഹാബാക്കൾ. ദുനിയാവിന്റെ വിഷയം അത് റസൂൽ അവർക്ക് വകവെച്ചു കൊടുത്തതാണ്. അപ്പൊ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരെ ബുദ്ധി വെച്ച് ചിന്തിച്ചു, അവരുടെ തജ്രിബത്ത് കൊണ്ട് ചിന്തിച്ചു. റസൂൽ അംഗീകരിച്ചു കൊടുക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്ത് മനസ്സിലായി? ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധിയുണ്ട്, അവരുടേതായ ചിന്തിക്കേണ്ട മേഖലയും ഉണ്ട്. അത് നമ്മൾ വകവെച്ചു കൊടുക്കണം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദ്ർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. നിങ്ങൾ പഠിക്കേണ്ട ചില മസാലകളാണ്. ബദ്ർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ബദറിന്റെ കിണർ, മക്കരെ വെള്ളത്തിന്റെ സ്രോതസ്, ഇതാണ് കിണർ. മദീനയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വന്നു, ഇവിടെ തമ്പടിച്ചു. ഇവിടെ തമ്പടിച്ചപ്പോൾ ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചാൽ, ആ സഹാബിയുടെ ചോദ്യം ശ്രദ്ധിക്കണം നമ്മൾ. സഹാബി ചോദിച്ചു, നിങ്ങൾ ഇവിടെ തമ്പടിച്ചത് വഹീന്റെ അടിസ്ഥാനത്തിലാണോ, അതല്ല നിങ്ങളുടെ സ്വന്തം അഭിപ്രായ പ്രകാരമാണോ, അതായത് നിങ്ങളുടെ യുദ്ധതന്ത്രം മുന്നിൽ വെച്ചുകൊണ്ടാണോ, അതല്ല വഹീന്റെ അടിസ്ഥാനത്തിലാണോ? ആ സഹാബിയുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം, വഹീന്റെ അടിസ്ഥാനത്തിലാണോ, സമിഅന വഅതഅന, അത്രേ ഉള്ളൂ. പിന്നെ അതിലെ ബുദ്ധി ഒന്നും പ്രസക്തിയില്ല. അതല്ല നിങ്ങളുടെ യുദ്ധതന്ത്രമായിട്ടാണ് നിങ്ങൾ തമ്പടിച്ചതെങ്കിൽ റസൂലെ ചെറിയ മാറ്റം വരുത്തണം. കാരണം ഈ കിണറിന്റെ ഇപ്പുറമാണ് നമ്മൾ തമ്പടിക്കുന്നതെങ്കിൽ കിണർ നമ്മുടെ വലയത്തിലാകും, നമുക്കത് സംരക്ഷിക്കാം. അപ്പുറമാണെങ്കിൽ അത് ശത്രുക്കൾ കൊണ്ടുപോകും, നമുക്ക് പ്രയാസകരമായിരിക്കും. റസൂൽ ഉടനെ തന്നെ പറഞ്ഞു, ഇത് എൻ്റെ ബുദ്ധിതന്ത്രമായിട്ട് ഞാൻ നിന്നതാണ്, നമുക്ക് അപ്പുറം തമ്പടിക്കാം. റസൂലും സഹാബാക്കളും വന്നു, ഇപ്പുറം നിൽക്കുകയും ചെയ്തു. റസൂൽ ആ സഹാബിയുടെ അഭിപ്രായം അവിടെ സ്വീകരിച്ചു. അപ്പൊ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട്, അതേപോലെ ദീനിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കുക. ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പണ്ഡിതന്റെ അഭിപ്രായം പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, മറിച്ച് ഖുർആന്റെയും സുന്നത്തിന്റെയും പിൻബലത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടാണ്. അത് നമുക്ക് ചിലപ്പോൾ വിയോജിപ്പുണ്ടാകാം. വിയോജിപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയോടല്ല വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടത്, മറിച്ച് ആ നിലപാടിനോടാണ്. അതെങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടത്? നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ? അല്ല. അതാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാ അവസാനം സൂചിപ്പിച്ചത്. ആ നിലപാടിന് നമ്മൾ അതിന് എതിര് പറയുകയാണെങ്കിലും അതിന് മറുപടി കൊടുക്കുകയാണെങ്കിലും നമ്മൾ സ്വീകരിക്കേണ്ടത് ആ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കണം നമ്മൾ അദ്ദേഹത്തിന് മറുപടിയായിട്ട് കൊടുക്കേണ്ടത്. ഇതാണ് ചുരുക്കി ഷെയ്ഖ് ഹഫിളഹുല്ലാ ഈ കിതാബിൽ സൂചിപ്പിച്ചത്. ഇതിന്റെ ആകത്തുക, ഈ കിതാബിന്റെ ഒരു ആകത്തുക കുറച്ച് 48 പേജാമത്തെ കിതാബുള്ളൂ. അതിൽ തന്നെ വളരെ ചുരുക്കം, ഒരുപാട് ആരോപണ വിധേയമായ, അതിന് ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ചൊരു കിതാബ് കൂടിയാണ് ഈ കിതാബ്.
ഈ കിതാബിന്റെ ആകെ തുക എന്ന് പറയുന്നത് നമ്മളെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഉണ്ടല്ലോ, ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്, നമ്മൾ കൈക്കൊള്ളേണ്ട ചില നിലപാടുകളുണ്ട്. നമ്മൾ ആരെയും അടിമകളല്ല, ആരുടെയും അടിമകളല്ല. ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളായാൽ തീർച്ചയായും ആ സംഘടന മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ അംഗീകരിക്കേണ്ടി വരും. അതിന് എതിരഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സംഘടന വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്, സംഘടന വേണം. ആധുനിക കാലഘട്ടത്തിൽ ദാവത്തിന്റെ ഒരു ഭാഗമായി സംഘടന അനിവാര്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ചില നിലപാടുകൾ, എൻ്റെ സംഘടന അഭിപ്രായം പറഞ്ഞു, അതെനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, സംഘടന പറഞ്ഞത് കൊണ്ട് സമേന വാത്താന നമുക്ക് സ്വീകരിക്കാൻ പറ്റും? ആ നിലപാട് ഒരിക്കലുമില്ല. സംഘടന പറഞ്ഞു എന്നതുകൊണ്ട് ആ നിലപാട് ശരിയാകണമെന്നില്ല. മറിച്ച് നമുക്കത് ബോധ്യപ്പെട്ടാൽ നമ്മൾ അംഗീകരിക്കും, ബോധ്യപ്പെട്ടില്ലേ നമ്മൾ അംഗീകരിക്കൂല, അതിനെ എതിർക്കും. എന്തിനാ എതിർക്കുന്നത്? നമുക്ക് ഹീറോ ആകാനാണ്, നമ്മൾ വലിയ ആളാകാനാണോ? ഒരിക്കലുമല്ല. ഖുർആനും സുന്നത്തും മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ സംഘടനയിൽ ഖുർആനും സുന്നത്തിനും യോജിക്കാത്ത നിലപാടാണിത്, അതുകൊണ്ട് ഇത് യോജിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മൾ ഇതിനെതിരാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ, നമുക്കത് ചെയ്യാം, ഇല്ലേ? അതാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട നിലപാട്. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, ഈ ആധുനിക കാലഘട്ടത്തിൽ ചില വ്യക്തികൾ, അദ്ദേഹത്തിന് ആ മസല അറിയുകയുമില്ല, ആ മസലയിൽ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് ഇന്നതാണ്, പക്ഷെ എന്നാൽ നമ്മുടെ സംഘടന പറഞ്ഞു എന്നത് കൊണ്ട് മാത്രം ആ സംഘടനയ്ക്ക് വേണ്ടി ജയ് വിളിക്കാൻ ആ അഭിപ്രായം സ്വീകരിക്കേണ്ടി വന്നവർ വളരെ ഖേദകരമാണ്. അതുകൊണ്ട് നമ്മൾ ആരും അടിമകളാകാൻ പാടില്ല ദീനിന്റെ വിഷയത്തിൽ. സംഘടന ഉള്ളത് നമ്മൾ ദീൻ അളക്കാനുള്ളതല്ല, സംഘടന എന്നുള്ളത് നമ്മൾ ദീൻ അഭിപ്രായം സ്വാതന്ത്ര്യം പറയാനുള്ളതല്ല, മറിച്ച് ദീൻ ദഅവത്ത് ചെയ്യാൻ ഭൗതികപരമായിട്ടുള്ള സെറ്റപ്പ് മാത്രമാണ് സംഘടന. വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒരിക്കലും സംഘടനയുടെ അടിമകളാകാൻ പാടില്ല, മറിച്ച് ദീൻ എന്താണോ അതനുസരിച്ച് വേണം സംഘടന മുന്നോട്ട് പോകാൻ. എന്നാൽ ഇന്ന് അവസ്ഥകൾ മാറി. തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മുൻകാല പണ്ഡിതന്മാരൊക്കെ സംഘടന എന്നൊരു എന്താ പറയാ ഒരു സമ്പ്രദായം മുന്നോട്ട് വെച്ചത് ദീനിന്റെ ദഅവത്തിന് വേണ്ടി സഹായകരമാകുന്ന ഒരു സമ്പ്രദായം എന്നാണ് അവര് കണ്ടത്. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി. ഇന്ന് പണ്ടവര് ദീനിന് വേണ്ടി സംഘടനയെ ഉപയോഗപ്പെടുത്തി, പക്ഷെ എന്നാൽ ഇന്ന് സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ ദീനിനെ ഉപയോഗപ്പെടുത്തുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആരും അടിമകളല്ല. ദീനാണോ പറയുന്നത് ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കും, അതല്ലേ നമ്മളതിനെ എതിർക്കുകയും നമ്മളുടേതായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മളൊരു സംഘടനയിലാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനയുണ്ട്. മറ്റ് സംഘടന ഒരാളൊരു അഭിപ്രായം പറഞ്ഞു, അവരൊരു അഭിപ്രായം സ്വീകരിച്ചു. ഖുർആനും സുന്നത്ത് അനുസരിച്ച് കൊണ്ടുള്ളതാണോ നമുക്ക് ആ നിലപാട് സ്വീകരിക്കാം. ഖുർആനും സുന്നത്തും അനുസരിച്ച് കൊണ്ടല്ലേ നമുക്കതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാം, നമുക്കതിനെ എതിർക്കാം. എങ്ങനെ എതിർക്കേണ്ടത്? അവരാ അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് ആ സംഘടനയിലെ വ്യക്തികളുടെ മുൻകാല ചരിത്രങ്ങൾ തുന്നന്വേഷിക്കുക, ആ സംഘടന പോരായ്മകൾ വിളിച്ചു പറയുക, അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ആ നിലപാടിനോട് എതിർക്കണം. ആ നിലപാടിനോടാണ് നമ്മൾ എതിർപ്പ്, അല്ലാതെ ആ വ്യക്തികളോടോ സംഘടനയോടോ അല്ല. ആ നിലപാടിനോട് എതിർക്കണം. അതെങ്ങനെ എതിർക്കേണ്ടത്? ഈ പറയപ്പെട്ടതുപോലെ ഖുർആനും സുന്നത്തും മുൻനിർത്തിക്കൊണ്ടായിരിക്കണം. അഹ്ലു സുന്നത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ആ എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ഇതാണ് പ്രിയമുള്ള ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായ കാര്യം. ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഈ കാലഘട്ടത്തിലെ സലഫികൾക്ക് ഏകോപിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്നും മാറി നിൽക്കുന്ന സംഘടനയുടെ പേരിലാണല്ലോ. എല്ലാ സംഘടനയും ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു പുതിയ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇല്ലേ? ഈ പറയപ്പെട്ടതുപോലെ ആണെങ്കിൽ വീണ്ടും ചേരിതിരിഞ്ഞ് ഓരോ ചെറിയ ചെറിയ ഫിഖ്ഹി മസലകളിലും ഓരോരോ ടീമായി അടിച്ച് പിരിഞ്ഞ് ഐക്യവും നഷ്ടപ്പെട്ട് സ്നേഹവും നഷ്ടപ്പെട്ട് പരസ്പര ബഹുമാനവും ആദരവും നഷ്ടപ്പെട്ട് ഒന്നിനും കൊള്ളാത്ത ചണ്ടികളെ പോലെ സലഫികൾ എന്ന് പറയപ്പെടുന്നവർ കൂപ്പുകുത്തുന്ന അവസ്ഥ നമ്മൾ നേരിട്ട് കാണേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ സഹായിക്കുമാറാകട്ടെ. സലഫികൾക്ക് ഐക്യപ്പെടാനോ ഒന്നിച്ചിരിക്കാനോ ഖുർആനും സുന്നത്തും മുന്നോട്ട് വെച്ച് സലഫി മൻഹജ് അനുസരിച്ച് ദീനി ദഅവത്ത് ചെയ്യാനും അതിൻ്റെ പങ്കാളികളാകാനും അള്ളാഹു നമുക്കൊക്കെ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.